ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ആ ജഡ്ജ്മെൻറ്റ് വിശദമായി പരിശോധിച്ച ആർക്കും ഞെട്ടൽ ഇല്ലാതിരിക്കാൻ ഒരു കാരണവുമില്ല. ആ ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ ആ ജഡ്ജ്മെൻറ്റ് അക്വിറ്റലിന് പറഞ്ഞ കാരണങ്ങൾ ദുർബലവും ബാലിശവുമാണ്. നമ്മൾ ആ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയർ എന്ന നിലയിൽ അതിനപ്പുറത്ത് വിമർശിക്കുന്ന എനിക്ക് പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിനപ്പുറത്ത് വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു വിധി തന്നെയാണ് ആ കാസർഗോഡ് ഈ കേസ്. 2017 മാർച്ച് 20-ാം തീയതി സംഭവം നടന്ന മുതൽ കാസർഗോട്ടെ ജനങ്ങൾ മുഴുവൻ നിരീക്ഷിക്കുന്ന ഒരു കേസാണ്. ഈ ട്രയൽ നടക്കുന്ന 1, 2, 3 സാക്ഷികളൊക്കെ വിസ്തരിക്കുമ്പോൾ കോടതിയിൽ നിറയെ ആൾക്കാരായിരുന്നു. സാക്ഷികൾ എന്താണ് പറയുന്നത്, എന്ത് കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്, ഈ കാസർഗോട്ടെ ജനങ്ങൾ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നത് ഇനി ഇവിടെ ആവർത്തിക്കരുത് എന്ന് നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിരുന്നു ആ കേസിലെ പോലീസിൻ്റെ ഇടപെടലും സമൂഹത്തിൽ എന്നെ നെല്ലിക്കുന്ന MLA അടക്കമുള്ള ആൾക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, ആ പ്രദേശത്തെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതവ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ആൾക്കാർ. പലപ്പോഴും ഷാജിദ് വക്കീൽ ട്രയൽ നടത്തുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ എന്തിനാണ് വന്നത് എന്നോട് ചോദിക്കാറുണ്ട്. ഷാജിദ് വക്കീൽ പറയുമല്ലോ, വക്കീൽ ഇത്രയും ആൾക്കാർ എന്തിനാണ് ട്രയൽ കേൾക്കാൻ വരുന്നത്? അതിൻ്റെ കാരണം ആ പ്രദേശത്തിലെ ആൾക്കാർക്ക് അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. നമ്മളിപ്പോൾ പുറത്ത് ഉള്ള ഞാനിപ്പോൾ കാഞ്ഞങ്ങാട്ടുള്ള കാഞ്ഞങ്ങാട്ടോ അല്ലെങ്കിൽ എറണാകുളത്തോ കോഴിക്കോട്ടോ ഉള്ള ഒരാൾക്ക് കാസർഗോട്ട് മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് അറിയില്ല. ഇത് ആദ്യത്തെ സംഭവമല്ല. 2008-ൻ്റെയും 2017-ൻ്റെ ഇടയിൽ 9-10 മനുഷ്യന്മാരാണ് മതത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത്. അതിൽ 6 പേര് മുസ്ലിങ്ങൾ, 3 പേര് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ. ഈ രീതിയിൽ മതത്തിനെ വേർതിരിച്ച് ഹിന്ദു ആയതിൻ്റെ പേരിൽ കൊല്ലപ്പെടുക, മുസ്ലിം ആയതിൻ്റെ പേരിൽ കൊല്ലപ്പെടുക എന്നുള്ളത് കാസർഗോഡ് അവസാനിക്കണമെന്ന് കാസർഗോട്ടെ മുഴുവൻ ജനത ആഗ്രഹിച്ചിരുന്നു. ഒരു പോലീസ് ഓഫീസർ ഈ ജഡ്ജ്മെൻറ്റ് പറഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞത്, പോലീസും പ്രോസിക്യൂഷനും ജനങ്ങളും കാസർഗോഡിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ജുഡീഷ്യറി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ്. പക്ഷേ ജുഡീഷ്യറി ആഗ്രഹിച്ചിരുന്നു. 2017 മാർച്ച് മാസം 23-ാം തീയതി ആ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ആ പ്രതികളെ അറസ്റ്റ് നമ്മൾ ആലോചിക്കേണ്ടത് 2017 മാർച്ച് 23 മുതൽ 2024 മാർച്ച് 30 വരെ 7 വർഷവും 7 മാസം അവർ ജയിലിലായിരുന്നു. 302, 153A കേസ് റെഡ് വിത്ത് 34 കേസ് ക്രൈം IPC ഒഫൻസും റെഡ് വിത്ത് 34ഉമുള്ള ക്രൈമിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു ജയിലിലും ഇങ്ങനെ ജാമ്യാപേക്ഷ നിരന്തരം നിരസിക്കപ്പെട്ട ഒരു സംഭവം പോലും ഒരാൾക്ക് ചൂണ്ടിക്കാൻ കഴിയില്ല. അതിന് കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് ഷാജിദും പോലീസ് ഓഫീസർമാരും നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ. ഷാജിദ് എടുത്ത സ്ട്രെയിൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഷാജിദ് കേസ് നടത്താൻ വരുന്ന സമയത്ത് കാണിക്കുന്ന സൂക്ഷ്മത, ഓരോ സമയത്തും ഷാജിദ് എടുക്കുന്ന പെയിൻ, അത് ഒരു സഹോദരനെ പോലെ മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ കാസർഗോട്ട് ജനങ്ങൾ മുഴുവൻ ആ കേസിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അതിൽ ഓരോ സമയത്ത് ഏത് സാക്ഷിയെ വിസ്തരിക്കുന്നു, അവരെന്താണ് പറയുന്നത്, ഏത് സാക്ഷിയെ വിസ്തരിക്കുന്നു, അവരെന്താണ് പറയുന്നത്, അങ്ങനെ സൂക്ഷ്മമായി അന്വേഷിച്ച കാസർഗോട്ടുകാർക്ക് ഈ വിധി ഉണ്ടാക്കി ഞെട്ടലല്ല, അവരുടെ മനസ്സിലുണ്ടാക്കിയത് വലിയ സ്ഫോടനമാണ്. ഞെട്ടലെന്ന വാക്ക് മറ്റുള്ളവർക്ക് പറയാം, കാസർഗോട്ടുകാരുടെ മനസ്സിലും തലച്ചോറുണ്ടാക്കിയത് വലിയ സ്ഫോടനമാണ്. ഈ 3 പേര് കുറ്റം ചെയ്തു എന്നതിന് സംശയാതീതമായി ബിയോണ്ട് ഷേഡ് ഓഫ് റീസണബിൾ ഡൗട്ട് ബോധ്യപ്പെടുത്താവുന്ന എല്ലാ തെളിവുകളും ബഹുമാനപ്പെട്ട ഷാജിദും പോലീസും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഓരോ ഡോക്യുമെൻ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത്, ഓരോ മെറ്റീരിയൽ ഒബ്ജക്റ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത്, സയൻറ്റിഫിക് എവിഡൻസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് സയൻറ്റിഫിക് എക്സ്പേർട്ടിന് 5 ദിവസമാണ് വിസ്തരിച്ചത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എത്ര ദിവസമാണ് വിസ്തരിച്ചത്? ഈ ഓരോ സാക്ഷികളെ എത്ര ദിവസമാണ് വിസ്തരിച്ചത്? വിശദമായ, അതിനൊന്നും ചാലഞ്ച് ചെയ്യാൻ കഴിയാതെ, ആ കോടതിക്ക് മുമ്പാകെ വന്ന ഒരു തെളിവ് പോലും കൃത്യമായി ചാലഞ്ച് ചെയ്യാൻ കഴിയാത്ത പ്രതിഭാഗം ഉരുണ്ടുപോകുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു കോടതിയിൽ. ആ കാസർഗോട്ടുകാർക്ക് ഈ കേസ് ഇവിടെ എന്തുകൊണ്ട് പരാജയപ്പെട്ടതെന്ന് അറിയുമ്പോൾ ഞെട്ടലുണ്ടാകുന്നുണ്ട്. അത് പരാജയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ 2008 മുതൽ 2017 വരെയുള്ള കേസുകളിൽ പലതും എല്ലാ കേസുകളും അക്വിറ്റ് ആയി പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ നമ്മൾ ആരും രാഷ്ട്രീയം ആരോപിച്ചിട്ടില്ല, അന്നത്തെ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഇതുപോലെ പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല, അന്നത്തെ പോലീസ് ഓഫീസർമാരെ കുറ്റം പറഞ്ഞിട്ടില്ല. തൊട്ട് മുമ്പ് വന്ന സാബിത്ത് വധക്കേസിൽ എന്താ കാരണം? അന്നത്തെ ഗവൺമെൻറ് ഒത്തുകളിച്ചാണോ? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയിരുന്നില്ല സംസ്ഥാനം ഭരിച്ചിരുന്നത്. അന്നത്തെ പ്രോസിക്യൂട്ടർ ബഹുമാനപ്പെട്ട മുഹമ്മദ് സാറായിരുന്നില്ല ആലപ്പുഴ. അദ്ദേഹം പ്രതിഭാഗവുമായി ഒത്തുകളിച്ച് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ ഇത് രാഷ്ട്രീയ ആയുധമാക്കേണ്ട ഒരു സംഗതിയല്ല. വസ്തുനിഷ്ഠമായി നമ്മുടെ ജുഡീഷ്യറിയിൽ എവിടെയാണ് പിഴവ് പറ്റുന്നത്? ഹ്യൂമൻ എറർ സംഭവിക്കാം. അദ്ദേഹം മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വരുന്ന തെളിവുകൾ, സാക്ഷിമൊഴികൾ, സാഹചര്യ തെളിവുകൾ, ഈ കേസ് മുഴുവൻ സാഹചര്യ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. 2-3 സാക്ഷികൾ പ്രതികളെ കണ്ടവരാണ്. 1-ാം പ്രതിയുടെ കയ്യിൽ നിന്ന് ആയുധം കണ്ടെടുത്തിട്ടുണ്ട്. 1-ാം പ്രതിയുടെ കയ്യിൽ നിന്ന് ഈ കൊല്ലപ്പെട്ട റിയാസ് മൗലവിയുടെ ശരീരത്തിൽ രക്തം ഉള്ള വസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അത് 27 ഡിസ്കവറി പ്രകാരം, സെക്ഷൻ 27 എവിഡൻസ് ആക്ട് പ്രകാരം 2 തഹസിൽദാർമാരുടെ സാഹചര്യത്തിലാണ്
കണ്ടെടുത്തത്. ഈ തെളിവുകൾ എങ്ങനെയാണ് ഡിസ്ബിലീവ് ചെയ്യുക? പള്ളി ഇമാമായ രണ്ടാം സാക്ഷിയുടെ മൊഴിയെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട കോടതി ഡിസ്ബിലീവ് ചെയ്യുക? അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ആൻറ്റിസിഡൻ്റ് ഉണ്ടോ? ഏതെങ്കിലും ക്രൈമിൽപ്പെട്ടയാളാണോ പള്ളി ഇമാം? ഇങ്ങനെ ജുഡീഷ്യറിയുടെ മുഖം വികൃതമാക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട കോടതി എഴുതിയപ്പോൾ ജനങ്ങൾ ഞെട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ആ ഞെട്ടലിൽ നിന്ന് അദ്ദേഹത്തിന് മോചനാകാൻ കഴിയില്ല എന്നാണ്. Debate with M.V. Nikesh Kumar.